ഇന്നത്തെ സൂം മീറ്റിംഗിലേക്ക് കടന്നു വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ലീഡേഴ്സ്, നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രൊജക്ട് കേൾക്കാൻ എത്തിയിട്ടുള്ള ന്യൂ മെമ്പേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹമുണ്ട്. നമ്മുടെ കമ്പനി 2025 മെയ് മാസം 24-ാം തീയതി കോട്ടയം ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ചു. ഈ കമ്പനിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ എല്ലാ ജനതയിലെയും ആവശ്യമായ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേരുകയും അതിലൂടെ നമ്മുടെ കമ്പനി സംഭാവന ചെയ്യുന്ന പദ്ധതി മനസ്സിലാക്കുകയും അതേപോലെ അതിലൂടെ നമുക്ക് ധാരാളം ഉൽപ്പന്നങ്ങൾ വാങ്ങുക, വിൽക്കുക എന്ന ഒരു സിസ്റ്റത്തിലൂടെ എല്ലാവരും വരുമാനത്തിന്റെ ഉടമകളായി തീരുക, ഒരു പാസീവ് ഇൻകം എന്നതിലുപരി നമ്മുടെ ഒരു മേജർ ഇൻകം എന്ന നിലയിലേക്ക് ഓരോ കസ്റ്റമേഴ്സിനെയും വളർത്തിക്കൊണ്ടുവരികയാണ് കമ്പനിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലൂടെ കമ്പനിയുടെ ബിസിനസ് സാമ്രാജ്യം, അതായത് കമ്പനിയിലേക്ക് കടന്നു വരുന്ന കസ്റ്റമേഴ്സിന്റെയും കമ്പനിയുടേതുമായ ഒരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇതിലേക്ക് നമുക്ക് നമ്മുടെ മെമ്പേഴ്സിനോട് നമുക്ക് കൂടുതലായി ആമുഖമായി ഒന്നും തന്നെ പറയുവാനില്ല. നമ്മുടെ പദ്ധതിയുടെ റൂട്ട് എങ്ങനെയാണ്, അതിനെ എങ്ങനെ മനസ്സിലാക്കണം, ആ മനസ്സിലാക്കുന്നതനുസരിച്ച് നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് സ്ലൈഡ് പ്രസന്റേഷനോടുകൂടി നമുക്ക് വളരെ അനായാസം സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. അത് കണ്ട് മനസ്സിലാക്കി നമുക്ക് ഓരോരുത്തർക്കും വ്യക്തതയോടെ കാര്യങ്ങൾ പൂർണ്ണമായും ബോധ്യപ്പെട്ടുകൊണ്ട് ഈ സിസ്റ്റത്തിലേക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ്. ഓക്കെ, വൺസ് അഗൈൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പായി നമ്മളൊരു കാര്യം മനസ്സിൽ ചിന്തിക്കുന്നുണ്ടോ, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്കെല്ലാവർക്കും ഇന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വരുമാനം നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നമുക്ക് ഭംഗിയായി നിവർത്തി വരുത്തുവാൻ നമുക്ക് ആവശ്യമായ ഏണിങ്സ് അതിൽ നിന്ന് ലഭ്യമാകുന്നുണ്ടോ? നമുക്കൊരു എക്സ്ട്രാ ഇൻകം ആവശ്യമാണ്. അതാണ് നമ്മൾ ആദ്യമേ അന്വേഷിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ ഒരു എക്സ്ട്രാ ഇൻകം നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങളുടെ കഴിവ് എന്ത് തന്നെയായാലും അത് നിങ്ങൾ ബിസിനസ് ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. എങ്ങനെയെന്നല്ലേ, നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് ഉത്പാദിപ്പിച്ചാലും അത് ഞങ്ങളിലൂടെ വിറ്റഴിക്കാം. നിങ്ങൾക്ക് ആവശ്യമായ പ്രോഡക്റ്റുകൾ ഞങ്ങളിലൂടെ വാങ്ങാം. അതിനായി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം. വെൽക്കം ടു ദ ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഒരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് എല്ലാവരെയും ക്ഷണിക്കുന്നത്. അതിനായി നാം പരിചയപ്പെടുത്തുന്ന കമ്പനിയാണ് ദ ബൈബിൾ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പൊ ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ എന്താണ്? ഈ കമ്പനിക്ക് ഇവിടെ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് കമ്പനിക്ക് വേണ്ട സർട്ടിഫിക്കറ്റ്സിന്റെ ഒരു 2-3 സർട്ടിഫിക്കറ്റ്സ് മാത്രമാണ് നമ്മളിവിടെ ഷോ ചെയ്യുന്നത്. ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഇന്ന് നിയമപരമായി പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ എല്ലാ സംഗതികളും കമ്പനിയുടെ ഭാഗത്തു നിന്നും കരസ്ഥമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത്തരം ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ കമ്പനിയുടെ മാനേജ്മെന്റിനെ പ്രാപ്തമാക്കിയത് ഈ മേഖലകളിലെ IT സെക്ടറിലെയും ഓൺലൈൻ ഷോപ്പിംഗിലെയും ഫിനാൻസ് സെക്ടറിലെയും ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിലേക്ക് ബിസിനസിന്റെ മുൻപരിചയത്തിലൂടെയാണ് നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് രൂപകൽപ്പന ചെയ്യാൻ സാധിച്ചത്. അതിലൂടെ ഈ ഒരു പ്രൊജക്ടിന്റെ രൂപകൽപ്പന ചെയ്യുമ്പോൾ കമ്പനി ഒന്ന് മാത്രമാണ്, കമ്പനിയുടെ വിഷൻ ഒന്ന് മാത്രമാണ്: ഇവിടുത്തെ ജനതയ്ക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തോടെ എല്ലാവരും ഏകീകൃതമായ അല്ലെങ്കിൽ ഒരു തത്തുല്യമായ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലൂടെ ജീവിക്കുക. അതിലൂടെ നമ്മുടെ കമ്പനിയിലേക്ക് ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് കടന്നു വരികയും ആ സാമ്രാജ്യം സ്വന്തമായി കെട്ടിപ്പടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം. അതായത് നമുക്ക് ഇന്നറിയാം, ഓൺലൈൻ ഷോപ്പിങ്ങുകൾ അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് ചെയ്യാൻ പറ്റാത്ത ഏതൊരു ഷോപ്പ് ഉടമയ്ക്കും അതേപോലെ ഏതൊരു കുടുംബത്തിനും നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുകയും ബൈ ചെയ്യുകയും ചെയ്യാം. നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് ഈ കഴിഞ്ഞ കാലത്തുള്ള കൊറോണ എന്നതും അതിന് തൊട്ടു മുമ്പുള്ള പ്രളയവും ഒക്കെ നമ്മൾ കണ്ടു. അവിടെയൊക്കെ നമ്മുടെ പ്രതിസന്ധിയുടെ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ അടിപതറിയപ്പോഴൊക്കെയും നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മുടെ കൈകളിൽ അത് പണം ഉണ്ടായിരുന്നു. എന്നാൽ കൊറോണയ്ക്ക് ശേഷമുള്ള ആഫ്റ്റർ കോവിഡ് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം, ആരുടെയും കയ്യിൽ ഒന്നുമില്ല, ശൂന്യതയിലേക്ക് പോയി.
കാരണം നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിലെ പ്രതിസന്ധികളിലൊക്കെ നമുക്ക് ഉപയോഗിച്ചു തീർന്നു. അത് നമ്മളെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മളെ പഠിപ്പിച്ചത്, എക്കാലവും നമുക്ക് കരുതൽ ധനം ഉണ്ടായിരിക്കണം. നാളെ ഒരിക്കൽ അടച്ചിടപ്പെട്ടാൽ, നാളെ ഒരിക്കൽ നമുക്ക് വരുമാനം ഇല്ലാണ്ട് വന്നാൽ, നമുക്കൊരു എക്സ്ട്രാ സമ്പാദ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിന്ന് പോകാൻ സാധിക്കൂ എന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ ആരും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് പോലും കണ്ടിട്ടില്ലാത്ത ഒരു സിറ്റുവേഷനെ നമ്മൾ അഭിമുഖീകരിച്ചവരാണ്. അതിന്റെ പരിണത ഫലം ഇന്ന് സമൂഹത്തിൽ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്ന ഓരോ കുടുംബങ്ങളിലും വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സാമ്പത്തിക സ്രോതസ്സല്ല, മറിച്ച് സാമ്പത്തിക പ്രതിസന്ധിയാണ് ശക്തമായിക്കൊണ്ടിരിക്കുക. അതിനെ അതിജീവിക്കുവാൻ വേണ്ടി നമുക്ക് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിപണനം മുതൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രതിമാസ ചിലവുകളിൽ നിന്നും നമുക്ക് വരുമാനം കണ്ടെത്തുന്ന സംരംഭത്തിലേക്കാണ് ബൈബൽ ഓൺലൈൻ ഷോപ്പിംഗ് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബേസ് ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് ഗ്രോസറി ഐറ്റംസ് ആണ്. ആ ഗ്രോസറി ഐറ്റംസ് എക്കാലവും ഏതു സമയം മനുഷ്യരാശി ഉള്ള കാലത്തോളം ആവശ്യമായ അത്യന്താപേക്ഷിതമായ പ്രൊഡക്റ്റുകളാണ്. അതുകൊണ്ടാണ് പറയുന്നത് വൺ ആൻഡ് ഓൺലി സസ്റ്റൈനബിൾ ബിസിനസ് എന്ന് പറയുന്നത്. ഏത് സാഹചര്യത്തിലും നമുക്കിത് അനിവാര്യമാണ്. അതേപോലെ തന്നെ അതിനേറെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രാധാന്യമുള്ള ഒന്നാണ് നമ്മുടെ മൊബൈൽ റീചാർജിങ്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ്, അതുകൊണ്ട് തന്നെ കമ്പനി എത്ര റിസ്ക് എടുത്തായാലും ഈ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു സംവിധാനം കൂടിയാണ് കമ്പനി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ ഏറ്റവും പരമപ്രധാനമായ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് NFC കാർഡാണ്. ഈ NFC കാർഡിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ബിസിനസ് സാധ്യതയാണ് അവിടെ നൽകുന്നത്. കാരണം നമ്മുടെ ATM കാർഡ് എന്ന് പറയുന്നതുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ATM കാർഡ് എന്തിനുള്ളതാണ്? നമുക്ക് പണം പിൻവലിക്കാനുള്ളതാണ്. അത് എങ്ങനെ പണം പിൻവലിക്കാൻ പറ്റും? നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ പിൻവലിക്കാം. ഇല്ല എങ്കിൽ നമ്മൾ ATM കാർഡ് കൊണ്ടിട്ടാ അവിടെ നിന്ന് ഇങ്ങോട്ട് മെസ്സേജ് വരും, മെഷീൻ എന്ത് വരും? പണ്ടില്ല. അപ്പൊ നമുക്ക് അത് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സമ്പാദ്യം സ്വരൂപ് കൂട്ടിയിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ബൈബൽ എന്ന കമ്പനിയിൽ നമുക്ക് അസറ്റ് ഉണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു നമ്മുടെ ഓരോ വ്യക്തികളുടെയും ഐഡന്റിറ്റി കാർഡാണ് നമ്മുടെ NFC കാർഡ് എന്ന് പറയുന്നത്, നിയർ ഫീൽഡ് കണക്ടിവിറ്റി കാർഡ്. അപ്പൊ ഇവിടെ കമ്പനിയിൽ നിങ്ങൾ കൊണ്ടുവന്ന് പണം ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുള്ളതല്ല പറയുന്നത്. നമ്മുടെ ഈ കാർഡിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്ന ഇൻകം അല്ലെങ്കിൽ നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിക്ക് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ കമ്പനി തരുന്ന കമ്മീഷനിൽ നിന്നാണ് നമുക്കൊരു സർട്ടൺ പെർസെന്റേജ് വീതം ഇവിടെ ഹോൾഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഫലത്തിൽ ഈ ഒരു കാർഡ് കൊണ്ട് നമുക്കുള്ള നേട്ടം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ പോക്കറ്റിൽ നിന്നും പണം എടുക്കാതെ നമ്മുടെ നിത്യോപയോഗ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് വാങ്ങാൻ സാധിക്കും. നമ്മൾ കാലത്ത് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ മുതൽ കിടന്നുറങ്ങുന്ന സമയം വരെ എന്തെല്ലാം പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നു, നമ്മൾ ഏത് സമയമാണ് ഉൽപ്പന്നങ്ങളെ സ്വീകരിക്കാതെ നമുക്ക് നിൽക്കാൻ സാധിക്കൂല. അപ്പോൾ നമുക്ക് ഏത് അവസരത്തിൽ ഓരോരോ പ്രോഡക്റ്റുകൾ ആവശ്യമാണ്. ഈ പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ അധ്വാനിക്കുന്ന പണം കൊണ്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. എന്നാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്താൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്താൽ ആ വ്യാപാരത്തിൽ നിന്നും നമുക്കൊരു ലാഭം ജനറേറ്റ് ചെയ്യുന്ന സംവിധാനമാണ് കമ്പനി ഇവിടെ അനൗൺസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് കമ്പനി NFC കാർഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ NFC കാർഡിന്റെ പൊട്ടൻഷ്യൽ എന്തെന്ന് മനസ്സിലാക്കാനുള്ള ഒരു എക്സാമ്പിൾ ചാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കമ്പനിക്ക് കമ്മ്യൂണിറ്റി സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കമ്പനി കമ്മീഷൻ തരുമെന്ന് പറഞ്ഞു. അത്തരത്തിൽ കമ്മീഷൻ ജനറേറ്റ് ചെയ്തപ്പോൾ ഒരു സർട്ടൺ പെർസെന്റേജ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണമായും ലഭിക്കും. ഒരു സർട്ടൺ പെർസെന്റേജ് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് NFC കാർഡിലും ഹോൾഡ് ചെയ്യും. അങ്ങനെ ഹോൾഡ് ചെയ്യപ്പെട്ട പണം ഉപയോഗിച്ച് ഒരു 10,000 രൂപയ്ക്ക് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ ആ ഉൽപ്പന്നങ്ങൾ നമ്മുടെ സമീപത്തുള്ള ഏത് ഷോപ്പിൽ നിന്നാകാം, കമ്പനിയുടെ ഷോപ്പിൽ നിന്നാകാം, കമ്പനിയിൽ നിന്നാകാം, എങ്ങനെയോ പ്രൊഡക്റ്റുകൾ വാങ്ങിയാലും 5% നമുക്ക് ബേസിക് ആയിട്ട് 5% കമ്മീഷൻ കമ്പനിക്ക് ലഭിക്കുമെങ്കിൽ ആ 5% നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പർച്ചേസർ ആരാണോ അദ്ദേഹത്തിന്റെ ആ ഒരു പൊസിഷൻ തൊട്ട് അദ്ദേഹത്തിനെ ഈ ബിസിനസ്സിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന ആളുകളോ അവരിലൂടെ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്ത ആളിൽ നിന്നും 12 രൂപ 50 പൈസ വീതം 16 ടയേഴ്സിലേക്ക് മെമ്പേഴ്സിന് ലഭ്യമാകുമ്പോൾ അവിടെ ഒരു വലിയ ഇൻകം ജനറേറ്റ് ചെയ്യും.
കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എത്രത്തോളം അംഗങ്ങളുണ്ടോ ആ അംഗങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ തുകയുടെ പർച്ചേസിങ്ങിന്റെയും പ്രോഫിറ്റ് നമ്മളിലേക്ക് വന്നു ചേരും. അതിനാണ് കമ്പനി പറയുന്നത് കമ്പനിക്ക് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് വരിക. അങ്ങനെ നമുക്ക് ഇവിടെ ഇപ്പൊ എക്സാമ്പിളിൽ 12 രൂപ 50 പൈസ വെച്ച് നമ്മുടെ ടൗണിലുള്ള 1 ലക്ഷം കസ്റ്റമേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ 12 രൂപ 50 പൈസ വെച്ച് 12.5 ലക്ഷം രൂപ നമുക്ക് പ്രതിമാസം ലഭിക്കാം. കാരണം ഓരോ മാസവും ഓരോ ദിവസവും ഉൽപ്പന്നങ്ങൾ ആളുകൾക്ക് ആവശ്യമാണ്. അവർക്ക് വേണ്ട സാധനങ്ങൾ അവർ വാങ്ങുന്നതിനനുസരിച്ച് നമുക്ക് കമ്മീഷൻ ജനറേറ്റ് ചെയ്ത് വരും. നമ്മൾ പറയേണ്ട ആവശ്യകതയില്ല പോയി പ്രോഡക്റ്റ് വാങ്ങിക്കൂ, ഞങ്ങൾക്ക് കമ്മീഷൻ വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടണം, അതുകൊണ്ട് നിങ്ങൾ ഉൽപ്പന്നങ്ങൾ വാങ്ങൂ എന്ന് നമ്മൾ പറയേണ്ട ആവശ്യകതയില്ല. അവനവന്റെ NFC കാർഡിലുള്ള പൈസ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ഓരോ വ്യക്തികളും സ്വയം ചെയ്തുകൊള്ളും. ആ അവസരത്തിൽ നമുക്ക് കിട്ടുന്ന കമ്മീഷനാണിത്. അങ്ങനെ കമ്മീഷൻ ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലായിരിക്കണം ഓരോരോ കസ്റ്റമേഴ്സും. അങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പരമാവധി കസ്റ്റമേഴ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ഥിര വരുമാനം ലഭ്യമായിക്കൊണ്ടേയിരിക്കും. കാരണം നിത്യോപയോഗ സാധനങ്ങൾ എല്ലാ വ്യക്തികൾക്കും ആവശ്യമാണ്. ഇവിടെ പ്രൊഡക്റ്റ് കാറ്റഗറി സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രൊഡക്റ്റ് കാറ്റഗറികൾ മാത്രമല്ല ഉള്ളത്, ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനിയിൽ നിന്നും നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വിപണനം ചെയ്യാനും സാധിക്കും. അങ്ങനെ നമ്മുടെ ബിസിനസ് വളർത്തിക്കൊണ്ടുവരുമ്പോൾ നമുക്ക് പ്രതിമാസ വരുമാനം നമുക്ക് ലഭിക്കും. കമ്പനിയുടെ ഫസ്റ്റ് ഒരു മെയിൻ വെൽനസ് പ്രോഡക്റ്റ് ആണ് ബയോബെറി. അതിൽ എന്റെ ഇൻഗ്രീഡിയൻസിൽ ഉള്ള ലിസ്റ്റാണ് നമ്മളിവിടെ കാണുന്നത്. ഇത്രയും ഫ്രൂട്ട്സുകളിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നും നമുക്ക് കിട്ടുന്ന ധാരാളം നമുക്ക് എക്സ്ട്രാക്റ്റുകളിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന ഒരു ബെറി ഐറ്റമാണ്, അല്ലെങ്കിൽ ഒരു ജ്യൂസ് ഐറ്റമാണ് നമ്മൾ ഈ കാണുന്ന ഈ പ്രോഡക്റ്റ്. അതേപോലെ തന്നെ അനേക പ്രോഡക്റ്റുകളുണ്ട്. നമുക്കറിയാം സ്പൈറുലിന എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ കൂടുതൽ ആളുകളോട് പറയേണ്ട കാര്യമില്ല. എന്ത് പ്രോഡക്റ്റ് കണ്ടാലും കേട്ടാലും നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അവൈലബിൾ ആണ് ഏതൊരാൾ. ഇപ്പൊ അങ്ങനെയാണല്ലോ, നമ്മളൊരു വ്യക്തിയോട് ചോദിച്ച് മനസ്സിലാക്കാൻ സാധ്യമല്ല. അതിനെപ്പറ്റി നോളജ് ഉള്ള ഒരാൾ മാത്രമേ നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നമുക്ക് എന്തറിവും വിരൽത്തുമ്പിലായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് പ്രോഡക്റ്റിനെ പറ്റി, അതിന്റെ ഇൻഗ്രീഡിയൻസ്, ആ ഓരോ ഇൻഗ്രീഡിയൻസിനും എന്തിനു വേണ്ടിയുള്ളതാണ്, മനുഷ്യന് ഗുണമോ ദോഷമോ, ഇങ്ങനെ എന്ത് കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന ഒരു സംവിധാനമുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓരോ പ്രോഡക്റ്റുകളും നമുക്ക് ഉപയോഗപ്രദമായിരിക്കും എന്നത് വ്യക്തമാണ്. അപ്പോൾ ഇങ്ങനെ വിവിധ പ്രോഡക്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു അവസരം, അല്ലെ പ്രോഡക്റ്റുകൾ ബൈ ചെയ്യാനുള്ള അവസരം, ആ വാങ്ങലുകളും അതുപോലെ തന്നെ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ വിൽക്കുന്നതും ഒക്കെ നമുക്ക് വരുമാനമായി ലഭിക്കുന്നു. അതിന്റെ ഒരു സിസ്റ്റമാണ് കമ്പനി ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആക്റ്റീവ് ബെനിഫിറ്റ്സ് ആൻഡ് റിപ്പീറ്റഡ് ബെനിഫിറ്റ്സ്. ആക്റ്റീവ് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്നതാണ്. നമുക്കവിടെ റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്. പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. റഫറൽ ബോണസ്, മറ്റുള്ള കസ്റ്റമേഴ്സിനെ കമ്പനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ റഫറൽ ബോണസ് കിട്ടും. ഡിസ്ട്രിബ്യൂട്ടർ ബോണസ്. ഡിസ്ട്രിബ്യൂട്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം കമ്പനിയുടെ അംഗീകൃത വിതരണക്കാരൻ. ആ വ്യക്തികൾക്ക് നമുക്ക് നമ്മുടെ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും. അതായത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളുള്ള ആ ഒരു ടീമിനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകുന്ന വ്യക്തിയായിരിക്കും ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എത്ര രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നോ അതിന് ആനുപാതികമായിട്ട് ഇൻസ്റ്റന്റ് മാച്ചിങ് ബോണസ് ലഭിക്കും. ഇനി കമ്പനി പറയുന്ന റിപ്പീറ്റഡ് ബെനിഫിറ്റ്, അതായത് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ കടന്നു വന്നാൽ നമുക്ക് കാലങ്ങളോളം, നമ്മുടെ ആയുഷ്കാലവും നമ്മുടെ അനന്തര തലമുറയ്ക്കും നമുക്ക് വരുമാനം കൊടുക്കാവുന്ന, അസറ്റായി കൊടുക്കാവുന്ന ഒരു റിപ്പീറ്റഡ് ബെനിഫിറ്റിന്റെ പാർട്ടും ഈ കമ്പനി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നിരന്തരം പ്രോഡക്റ്റുകളുടെ സെയിലിലൂടെ വരുന്ന പ്രോഫിറ്റിന്റെ 75% കമ്പനിയുടെ കസ്റ്റമേഴ്സിനാണ് നൽകുന്നത്. അപ്പോൾ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ഈ കമ്പനിക്ക്, ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇന്ന് കൺമുൻപിലുള്ള വിവിധ സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തിയ വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന വ്യക്തികളോ ആരുമായിക്കോട്ടെ, അവർക്ക് വേണ്ട ഡ്രസ് ഐറ്റംസ് അല്ലെങ്കിൽ വീട്ടിലേക്ക് വേണ്ട എന്ത് പ്രോഡക്റ്റുകളും അവർ ഓൺലൈൻ വഴി വാങ്ങുന്ന സംവിധാനം. ഈ ഓൺലൈൻ വഴി വാങ്ങുമ്പോൾ നമ്മൾ പണം അടയ്ക്കുന്നു, ഓർഡർ കൊടുക്കുന്നു, സെർച്ച് ചെയ്ത് കണ്ടിഷ്ടപ്പെടുന്ന പ്രോഡക്റ്റിന് ഓർഡർ കൊടുക്കുന്നു, പണം അടയ്ക്കുന്നു, ആ പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിൽ കൊണ്ട് തരുന്നു.
അതേപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു സംവിധാനത്തിലൂടെ ഇന്റർനെറ്റിന്റെ വരവോടുകൂടി ലോകമേ വിരൽത്തുമ്പിലായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കിങ്ങനെ എന്ത് പ്രോഡക്റ്റുകളും നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നത് വിൽക്കാനും നമുക്ക് അതേപോലെ എന്ത് പ്രോഡക്റ്റുകൾ വാങ്ങാനുമുള്ള ഒരു ഏക പ്ലാറ്റ്ഫോമായിട്ട് അല്ലെങ്കിൽ വിൽപ്പനയ്ക്കുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ് ബൈബൽ ഓരോ കസ്റ്റമേഴ്സിനെയും. ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളുടെ കഴിവുകളെ നമുക്ക് ലോകത്തിലേക്ക് അറിയിക്കുവാനുള്ള ഒരു അവസരം, നമുക്കതൊരു വരുമാനമാക്കുക. നമ്മുടെ പ്രതിമാസ ചിലവുകളിൽ നിന്ന് നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ പ്രതിമാസ ചിലവിൽ നിന്ന് നമുക്കൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഈ 8 തരത്തിലുള്ള ഇൻകം പറഞ്ഞിരിക്കുന്നത്. ആ ഒരു 8 തരത്തിലുള്ള ഇൻകം കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനാണ് നാം ഉപയോഗിക്കുന്നതെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലൂടെ നിരന്തരം പ്രതിമാസം നമുക്ക് വരുമാനം നൽകുന്നതാണ് ഇ കൊമേഴ്സ് ബോണസ് എന്ന് പറയുന്നത്. ആ ഇ കൊമേഴ്സ് ബോണസിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു കമ്മ്യൂണിറ്റി വേണം. അതെങ്ങനെ ബിൽഡ് ചെയ്യാം? അതിന് കമ്പനി പറയുന്ന ഒരു മെത്തേഡ് ഇത് മാത്രമാണ്. 2 ഗ്രൂപ്പായിട്ട് നമ്മൾ അംഗങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആ 2 ഗ്രൂപ്പിൽ നിന്നും ഓരോ വ്യക്തികളെയും ഈ 2 ഗ്രൂപ്പിലൂടെ മാത്രമേ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്ക് എത്ര കസ്റ്റമേഴ്സിനെ വേണേലും കമ്പനിയിലേക്ക് ഡയറക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് വരുമാനം ലഭിക്കും. നമുക്ക് ആകെ 2 സീറ്റേ കമ്പനി തന്നിട്ടുള്ളൂ. ആ 2 സീറ്റിലേക്ക് നമ്മൾ ഡയറക്റ്റ് 2 മെമ്പേഴ്സിനെ വെക്കുക. ഇനി നമുക്ക് 3, 4, 5, 10 കസ്റ്റമേഴ്സ് വന്നാലും നമുക്ക് ഡയറക്റ്റ് സ്പില്ല് ചെയ്യാം, ഡയറക്റ്റ് വെക്കാം. അവരെ എവിടെ വെക്കാൻ പറ്റൂ? ഈ എയുടെയും ബിയുടെയും താഴെ മാത്രമേ പ്ലേസ് ചെയ്യാൻ പറ്റൂ. അവർക്കും 2 സീറ്റേ ഉള്ളൂ. കൂടുതൽ സീറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവനവന്റെ ചുറ്റും പറക്കി എടുക്കും അല്ലെ? അങ്ങനെ പറക്കി അടുക്കി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ബിസിനസ്സിലേക്ക് നമ്മളെ വിശ്വസിച്ച് വന്നവരെ ആര് സപ്പോർട്ട് ചെയ്യും? അപ്പൊ നമുക്ക് നമ്മുടെ കൂടെ വന്ന 2 വ്യക്തികളും അവരിലൂടെ അവരെയും കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവരുടെ പ്രവർത്തനവും നമ്മുടെ അപ്ലയൻസിന്റെ പ്രവർത്തനവും ഫലമായി നമുക്കൊരു കമ്മ്യൂണിറ്റി സെറ്റ് ചെയ്തെടുക്കുക. ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ നമുക്ക് നിരന്തരം വരുമാനം ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന സംവിധാനം. കമ്പനി എപ്പോഴും പറയുമായിരുന്നു, കമ്പനിയുടെ ബിസിനസിന്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ടിന്റെ 80% മാത്രമേ കമ്പനി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 20% മിച്ചമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 20% കമ്പനി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതും നമുക്ക് ഈ ഒരു റഫറലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ്. ഒരു വ്യക്തി എത്രത്തോളം അംഗങ്ങളെ റെഫർ ചെയ്യുന്നു അതിനാനുപാതികമായി, അതായത് കമ്പനിയോട് ചേർന്ന് നിന്ന് കൂടുതൽ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്ന ഓരോ ലീഡേഴ്സിനും അതിനനുസരിച്ചുള്ള ഡിസ്ട്രിബ്യൂട്ടർ ഇൻകം, അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് വളരെ ശക്തമായ എമൗണ്ടിലേക്ക് വരത്തക്ക രീതിയിൽ കമ്പനി ഒരു 20%, 10% റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് അടുത്ത ഇൻകം പാർട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിന് മുമ്പായി കമ്പനി തന്നിരിക്കുന്ന ഈ 8 തരത്തിലുള്ള വരുമാനത്തിൽ രണ്ടാമത്തെ ഇൻകം ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ ബോണസ്. അത് 100 രൂപ ക്രമത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ആ 100 രൂപ ക്രമത്തിൽ 510 ഇമ്മീഡിയറ്റ് കസ്റ്റമേഴ്സിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. ബാലൻസ് നമ്മുടെ ഡൗൺലൈൻ മെമ്പേഴ്സിലേക്ക് പോകും. എല്ലാവർക്കും ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഇൻകം 8 സെഗ്മെന്റ്സിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഏതൊരു വരുമാനവും നമുക്ക് ലഭിക്കണമെങ്കിൽ, കമ്പനിയിൽ നിന്നും സാമ്പത്തികമായ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ 2 ഡയറക്റ്റ് മെമ്പേഴ്സിനെങ്കിലും മിനിമം കൊണ്ടുവന്നിട്ടുണ്ടാകണം. അതേപോലെ തന്നെ നമ്മുടെ ഇൻകം വാലറ്റിൽ 600 രൂപയെങ്കിലും മിനിമം ഉണ്ടെങ്കിലേ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് 6500 രൂപ വരെയുള്ള പ്രൊഡക്റ്റുകൾ, അത്രയും രൂപയ്ക്കുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങിച്ചാൽ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു മാച്ചിങ് ബോണസ് ലഭ്യമാകും. ഡെയിലി 1000 റുപ്പീസ് വെച്ച്. അതായത് 6500 രൂപ മുതൽ മുൻപോട്ട് എത്ര രൂപയുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിയാലും നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന ആളുകളെ ജോഡിയായി രൂപപ്പെടുമ്പോൾ നമുക്ക് 1000 രൂപ വീതം മാച്ചിങ് ബോണസ് കിട്ടും. ഡെയിലി നമുക്ക് 10,000 രൂപ നമുക്ക് ലഭ്യമാകും ഇത്തരത്തിൽ. അതായത് നമ്മുടെ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിൽ ആരെങ്കിലും ഒക്കെ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നതനുസരിച്ച് നമുക്ക് വരുമാനം കിട്ടും. അല്ലെങ്കിൽ ആരെങ്കിലും പുതിയ കസ്റ്റമേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് വരുമാനം ലഭിക്കും. ഇനി 6 വാലറ്റ് എന്ന് പറയുന്നത് കമ്പനിയിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് അലവൻസ് കിട്ടും. അതാണ് റിപ്പീറ്റഡ് ബോണസ് എന്ന് കമ്പനി അവിടെ കാണിച്ചിരുന്നത്. അപ്പൊ അവിടെ നമുക്കൊരു 12% കമ്പനി അഡ്മിൻ ഫീയും TDS ആയിട്ട് നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഡിഡക്ട് ചെയ്യും. അതേപോലെ തന്നെ റിപ്പീറ്റഡ് അലവൻസ് വാലറ്റിലേക്ക് ഒരു 18% ഹോൾഡ് ചെയ്യും. എക്സാമ്പിൾ ആണ് നമ്മൾ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. 2000 രൂപ നമുക്ക് വരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ TDS അഡ്മിൻ ഫീ ആയിട്ട് 240 രൂപ അവിടെ പോകും. 6 വാലറ്റിലേക്ക് 360 രൂപ പോകും. ബാലൻസ് 1400 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാം. അത്
അങ്ങനെ വിഡ്രോ എടുക്കുന്ന അതേ സമയത്ത് 20% എമൗണ്ട് നമുക്ക് പ്രൊഡക്റ്റിനായി റിസർവ് ചെയ്തിരിക്കുന്നു. 80% നമുക്ക് പണമായി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിട്ടും. അതായത് 1400 20% നമുക്ക് പ്രൊഡക്റ്റേ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. ബാലൻസ് എമൗണ്ട് നമുക്ക് പണമായി ലഭിക്കും. അപ്പൊ നമുക്ക് വരുമാനവും ലഭിക്കും, നമുക്ക് ഉൽപ്പന്നങ്ങളും ലഭിക്കും. 6 വാലറ്റിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന എമൗണ്ട് ഒരു 2500 രൂപയാകുമ്പോൾ നമ്മൾ റീബർത്ത് ചെയ്യപ്പെടും. അങ്ങനെ റീബർത്ത് ചെയ്യുമ്പോൾ നമുക്ക് റീചാർജിങ്ങിനായിട്ട് 1000 രൂപ റിസർവ് ചെയ്തിട്ടുണ്ട്. ആ റീചാർജ് എന്ന് പറയുന്നത് ചിലപ്പോൾ അത് പ്രൊഡക്റ്റ് ആകാം, അത് കസ്റ്റമറുടെ ഇഷ്ടത്തിനെ ബേസ് ചെയ്ത് നമ്മൾ നിശ്ചയിക്കുന്നതായിരിക്കും, അല്ലെ കമ്പനിയിലെ പ്രൊഡക്റ്റ് അവൈലബിലിറ്റി അനുസരിച്ച് കമ്പനി നിശ്ചയിക്കുന്നതായിരിക്കാം. അപ്പൊ അത് പ്രൊഡക്റ്റ് ആകാം, റീചാർജ് ആകാം. അതേപോലെ തന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ പുനർജനിക്കുമ്പോൾ 500 രൂപ ക്രമത്തിൽ നമുക്ക് വീണ്ടും റെഫറൽ ബോണസ് കിട്ടും. നമ്മളെ ഈ ബിസിനസ്സിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന വ്യക്തിക്കാണ് നമ്മളിവിടെ കമ്പനിയിൽ എൻട്രി എടുത്തപ്പോൾ നമുക്ക് സ്പോൺസർ ഇൻകം പോയതല്ലേ, റെഫറൽ ബോണസ് പോയത് നമ്മളെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. എന്നാൽ നമ്മുടെ ID പുനർജനിക്കുന്ന ഓരോ ടൈമിലും നമ്മളായിരിക്കും അവിടുത്തെ സ്പോൺസർ. ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് എന്ന് പറയുന്നത് നമ്മുടെ ID പുനർജനിച്ച് എവിടെ പൊസിഷൻ ചെയ്തോ, അതായത് നമ്മുടെ ജീനോളജിയിൽ താഴെ പൊസിഷൻ ചെയ്യത്തുള്ളൂ. MD പ്ലേസ് എവിടെ കിടക്കുന്നോ അവിടെ പോയിരിക്കും. അവിടെ നിന്നും മുകളിലേക്ക് 8 സെഗ്മെന്റ്സിലേക്ക് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ഇൻകം പോകും. ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് നമുക്കറിയാം എങ്ങനെയാണ്, 8 സെഗ്മെന്റ്സിലേക്കേ പോവുള്ളൂ. അപ്പോൾ നമ്മുടെ ID ഏത് പൊസിഷനിൽ വന്നോ അവിടുന്ന് നേരെ മേലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകും. അതുപോലെ തന്നെ കമ്പനിയുടെ ടോട്ടൽ ബിസിനസ്സിൽ നിന്നാണ് മാജിക് ക്ലബ്ബ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വരുമാനം വരുന്നത്. അവിടേക്ക് ഒരു 200 റുപ്പീസ് റിസർവ് ചെയ്തിട്ടുണ്ടാവും. പെർ എൻട്രിയുടെ 200 റുപ്പീസ് വെച്ച് അതിനായി റിസർവ് ചെയ്തിരിക്കുന്നതാണ് കമ്പനി. ഇനി ഓട്ടോമാറ്റിക് മാച്ചിങ് ബോണസ്. ഈ ഓട്ടോമാറ്റിക് മാച്ചിങ് ബോണസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പുനർജനിച്ചില്ലേ, പുനർജനിച്ച ID ഒരു സ്ഥലത്ത് പോയി ഇരിപ്പുണ്ടല്ലേ, ആ IDയെ ടോപ്പ് ചെയ്ത് 6500 കൊണ്ടുവരുന്ന സിസ്റ്റത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ ഈ 4000 രൂപ ടോപ്പപ്പിനായിട്ട് യൂസ് ചെയ്തു. ഈ ടോപ്പപ്പ് നടക്കുന്ന ഓരോ സമയത്തും നമുക്ക് എന്ത് കിട്ടും, നമുക്ക് മാച്ചിങ് ബോണസുകൾ ലഭ്യമാകും. മാച്ചിങ് ബോണസ് ലഭ്യമാകുന്നതിന് നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ, നമ്മുടെ ഏത് സൈഡിലാണോ ഈ ID പൊസിഷൻ ചെയ്ത് ടോപ്പപ്പ് ആയി അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ID കൂടെ സെയിം ഉണ്ടായിരിക്കണം. അത് ഓട്ടോമാറ്റിക് ആയിട്ട് റീബർത്ത് ചെയ്തതാകാം, അല്ലെ ഒരു കസ്റ്റമർ 6500 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിയതാകാം, എങ്ങനെയാകാം. എന്തു തന്നെയായാലും പ്രൊഡക്റ്റുകളുടെ സെയിലിലൂടെ കിട്ടുന്ന വ്യാപാരത്തിന്റെ ലാഭമാണ് നമ്മളിലേക്ക് ജനറേറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ മാച്ചിങ് ബോണസ് നമുക്ക് ലഭ്യമാകും. നമ്മൾ കേട്ടായിരുന്നു, കണ്ടിരുന്നു. മാച്ചിങ് ബോണസ് എന്ന് പറഞ്ഞ പെർ ഡേ 10000 രൂപ വരെ കിട്ടും. അപ്പൊ ഇവിടെ മനസ്സിലാക്കുക, നമ്മുടെ ഈ ഓട്ടോമാറ്റിക് മാച്ചിങ് ബോണസും ഇൻസ്റ്റന്റ് മാച്ചിങ് ബോണസും കൂടെ ഉള്ളതിനാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് 10000 രൂപ സീലിംഗ് എമൗണ്ടിൽ എത്തുക എന്ന് പറയുന്നത് അനായാസമായിരിക്കും. നമുക്ക് ആ തുടക്ക സമയത്തില്ലെങ്കിലും നമ്മൾ 1-2 മാസം ആത്മാർത്ഥമായി പ്രയത്നിക്കുകയാണെങ്കിൽ പിന്നീടുള്ള എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസവും നമ്മൾ 10000 രൂപ വരുമാനക്കാരായിരിക്കും. കാരണം നമ്മുടെ ഈ ഓട്ടോമാറ്റിക് മാച്ചിങ് സിസ്റ്റം തന്നെയാണ് അതിന്റെ കാതൽ, അതിന്റെ ശക്തി. ഈ പറയുന്ന 3 തരത്തിലുള്ള പ്രോസസ്സുകൾ നമ്മുടെ സിസ്റ്റത്തെ വളരെ ഫാസ്റ്റ് ആക്കുകയും ഒരു വ്യക്തി പോലും ഈ പ്രോജക്റ്റിൽ നഷ്ടപ്പെട്ടവരായി ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന ഏറ്റവും മനോഹരമായ സംരക്ഷണമാണ് കമ്പനി ഇവിടെ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾക്കറിയാം, ഓരോ സിസ്റ്റത്തിലും ഓരോ അംഗങ്ങൾ പോയി ജോയിൻ ചെയ്തിട്ട് അവിടെ എനിക്ക് ആളെ കിട്ടിയില്ല, എനിക്കിവിടെ ആളെ കിട്ടിയില്ല, അവിടെ താഴെ ആരും വന്നില്ല, എനിക്ക് വരുമാനം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആവലാതിപ്പെടുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. നമുക്കതിന് സാധിക്കുന്നില്ല എന്നൊരവസ്ഥ. അപ്പൊ ഇവിടെ നമുക്ക് ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് മെമ്പേഴ്സിന് വരുമാനം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലേക്ക് കമ്പനി വരുന്നു. 6 വാലറ്റിൽ എപ്പോൾ 1700 രൂപ വരുന്നോ ആ സമയത്ത് നമുക്ക് പെർഫോമൻസ് ഇൻകം 16 സെഗ്മെന്റ്സിലേക്ക് പാസ് ചെയ്തു പോകും. അങ്ങനെ പാസ് ചെയ്യുന്ന ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് 73 ലക്ഷം രൂപ വരെ ഒരു ടേണിൽ നമുക്ക് ലഭ്യമാകും. 18 ലക്ഷം രൂപ നമ്മുടെ NFC കാർഡിൽ നമുക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങാൻ വന്നു പോയിട്ടുണ്ടാവും. അപ്പൊ പൈസ വരുന്നതനുസരിച്ച് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരുന്നതനുസരിച്ച് നമ്മൾ മറ്റാവശ്യങ്ങൾ നിറവേറ്റും. ഇതെല്ലാം സമയബന്ധിതമായിട്ട് നമുക്ക് നടന്നുകൊണ്ടേയിരിക്കും. ഈ 3 പ്രോസസ്സുകളാണ് നമുക്ക് എക്കാലവും വരുമാനം തരുന്നതിന് വേണ്ടി കമ്പനി കണ്ടുവച്ചിരിക്കുന്ന പ്രൊസീജിയർ. അത് 100% 100% സക്സസ് ആയി തന്നെ നമ്മുടെ സിസ്റ്റം റൺ ചെയ്തു പോകും. നമുക്ക് ഓരോരുത്തർക്കും എത്രത്തോളം വരുമാനം ഉണ്ടാക്കണമെന്ന് നമ്മളാണ് ആലോചിക്കേണ്ടത്. അതിനനുസരിച്ച് നമ്മൾ ഏറ്റവും വേഗത്തിൽ സിസ്റ്റത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കും. ഇനി മാജിക് ബോണസ് എന്ന് പറയുന്ന സിസ്റ്റം,
ഇവിടെ മാജിക് ബോണസ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നമുക്കറിയാം, ഇവിടെ നമ്മുടെ 2 മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഗ്ലോബൽ ഫില്ലിങ്ങിലൂടെ നമുക്ക് വരുമാനം ലഭിക്കും. നമ്മൾ എത്രത്തോളം കസ്റ്റമേഴ്സിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ അതിന് ആനുപാതികമായിട്ട് നമുക്ക് ഓരോ കസ്റ്റമേഴ്സിനും അവർ ഗ്ലോബൽ ഫില്ലിങ്ങിൽ നിന്ന് പുറത്തു പോരുന്ന അവസരത്തിൽ 50,000 രൂപ വെച്ച് നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, കസ്റ്റമേഴ്സിന് എങ്ങനെ വരുമാനം കിട്ടും? കമ്പനിയുടെ ബിസിനസ് ഗ്രോത്തിനനുസരിച്ചായിരിക്കും വരുമാനം ലഭ്യമാകുക. ആ ഗ്രോത്തിനനുസരിച്ച് ഇ കൊമേഴ്സ് വാലറ്റിൽ പ്രൊഡക്റ്റ് വാങ്ങുന്നതിനുള്ള എമൗണ്ടും അതേപോലെ തന്നെ നമുക്ക് ഇ കൊമേഴ്സ് എന്ന ബിസിനസ്സിലൂടെ വളരെ ശക്തമായ വരുമാനവും നമുക്ക് പ്രതിമാസം കിട്ടിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഒരു പ്രൊസീജിയറാണ്, അല്ലെങ്കിൽ ഇ കൊമേഴ്സ് വാലറ്റിൽ നമുക്ക് എങ്ങനെ പണം വരും എന്ന സിസ്റ്റമാണ് ഇവിടെ കാട്ടിത്തന്നിരിക്കുന്നത്. 1000 രൂപ വരുമാനം വരുന്ന ഒരു വ്യക്തിക്ക് 12% TDSിലേക്കും അഡ്മിൻ ഫീയിലേക്ക് പോകുമ്പോൾ 18% ആർ എ വാലറ്റിൽ ഹോൾഡ് ചെയ്യുന്നു. ബാലൻസ് 700 രൂപയുണ്ട്. ആ 700 രൂപയെ നമ്മൾ ഇ കൊമേഴ്സ് വാലറ്റിൽ നിന്നും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യുമ്പോൾ ഇ കൊമേഴ്സ് വാലറ്റിലേക്ക് 20%വും നമുക്ക് ബാങ്കിലേക്ക് അതിൻ്റെ 80% പോകും. അപ്പൊ 1000 രൂപയിൽ നിന്ന് 560 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകും. 140 രൂപ നമ്മുടെ NFC കാർഡിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെ NFC കാർഡിൽ സ്റ്റോർ ചെയ്യുന്ന പണത്തിന് എന്ത് മാത്രമേ ചെയ്യാൻ പറ്റും? നമുക്ക് റീപർച്ചേസ് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. അങ്ങനെ റീപർച്ചേസ് ചെയ്യുമ്പോൾ അത് റീപർച്ചേസ് ചെയ്യാൻ നമ്മുടെ NFC കാർഡിൽ ഹോൾഡ് ചെയ്ത ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ റീപർച്ചേസ് ചെയ്യുമ്പോൾ കമ്പനിക്ക് കിട്ടുന്ന മാർജിൻ എത്രയാണോ ആ മാർജിനെ കമ്പനി 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 50% കമ്പനിയെ നയിച്ചു കൊണ്ടുപോകുന്ന ലീഡേഴ്സിലേക്കും 50% നമ്മുടെ നിലവിലുള്ള കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പുകൾ ടൈപ്പ് ആക്കുന്ന എക്സിക്യൂട്ടീവുകൾക്കുമായിട്ട് റിസർവ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ഡൗണിൽ രൂപപ്പെട്ടിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നും 1 ലക്ഷം കസ്റ്റമേഴ്സ് ഇതേപോലെ പർച്ചേസിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രതിമാസം 25 ലക്ഷം രൂപ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് കമ്മ്യൂണിറ്റിയുടെ എണ്ണം കുറഞ്ഞോട്ടെ, 50% ആയിക്കോട്ടെ, 50,000 കസ്റ്റമേഴ്സേ ഉള്ളൂ എങ്കിലും നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 12.5 ലക്ഷം രൂപ കിട്ടും. അല്ല 25,000 കസ്റ്റമേഴ്സേ ഉള്ളെങ്കിൽ 6.25 ലക്ഷം രൂപ പ്രതിമാസം നമുക്ക് കിട്ടും. ഇല്ലത് 10,000 ഉള്ളെങ്കിൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് ഭേദമാണോ വരുന്നത്? ഓരോരുത്തരുടെയും പർച്ചേസിങ് വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടെയും ഇ കൊമേഴ്സ് വാലറ്റില് അല്ലെങ്കിൽ NFC കാർഡിലുള്ള ഫണ്ടിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ മാക്സിമം പർച്ചേസിങ് നടത്തിക്കുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം. ആ പർച്ചേസിങ് വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഇൻകത്തിന് ഒരു പരിധിയില്ലാതെ, ഒരു ലിമിറ്റേഷൻ ഇല്ലാതെ കമ്പനിയിൽ നിന്നും വരുമാനം നേടിയെടുക്കാൻ ഓരോ കസ്റ്റമേഴ്സിനും സാധിക്കും. അതിന് നമുക്ക് ധാരാളം പ്രൊഡക്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ആ പ്രൊഡക്റ്റുകളുടെ പർച്ചേസിങ്ങിലൂടെ അല്ലെങ്കിൽ മറ്റ് അംഗങ്ങളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുന്നതിലൂടെ നമുക്ക് വലിയൊരു ഇൻകത്തിന് ഉടമകളായി തീരാൻ സാധ്യമാകും എന്ന് അറിയിക്കുകയാണ്. അതിനായിട്ട് നമ്മുടെ ഫസ്റ്റ് എൻട്രി പാക്കേജ് ആണ് നമ്മൾ മുമ്പ് കണ്ടത്. 6,500 രൂപയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ് മാച്ചിങ് ഉൾപ്പെടെ കമ്പനി പറയുന്ന എല്ലാ ബെനിഫിറ്റുകളും കിട്ടും. എന്നാൽ കമ്പനി പറയുന്ന രണ്ടാമതൊരു പാക്കേജ് കൂടെ പറയുന്നുണ്ട് 2,500 രൂപയ്ക്ക്. കാരണം നമുക്ക് എല്ലാ ആളുകൾക്കും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ സാധിക്കണം. ആ 2,500 രൂപയും ഒന്നിച്ചെടുക്കാനില്ല എങ്കിൽ നിങ്ങൾ കേവലം 1000 രൂപ കൊണ്ട് ഇ കൊമേഴ്സ് എന്ന വലിയ ബിസിനസിന്റെ പങ്കാളികളാകൂ, അല്ലെ ബിസിനസ്സുകാരാകൂ. 1000 രൂപയ്ക്ക് കമ്പനി അവിടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ റീചാർജ് എന്ന് പറയുന്ന പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ കമ്പനി നൽകുന്നു. 350 റുപ്പീസ് വെച്ച് 3 ടൈംസ് ആയിട്ട് നമുക്ക് നൽകും. കമ്പനി അവിടെ കൃത്യമായി പറയുന്നുണ്ട് 2 മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇൻകം ലഭിക്കുകയുള്ളൂ. ആ ഇൻകം ലഭിക്കണമെങ്കിൽ നമ്മുടെ 2,500 ബാലൻസ് 1,500 രൂപയുടെ പ്രൊഡക്റ്റുകളും കൂടെ വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഫസ്റ്റ് എൻട്രി പാക്കേജ് കംപ്ലീറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് എത്ര പേ ഔട്ട് വന്ന് കിടപ്പുണ്ടോ അത് റിലീസ് ചെയ്യാനും സാധ്യമാകും. ഇതാണ് കമ്പനിയുടെ സിസ്റ്റം. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, സിസ്റ്റം മനസ്സിലാക്കുക, പഠിക്കുക. ഇവിടെ കീ പോയിന്റ്സ് എന്ന് പറയുന്നത് വിഷനറി മാനേജ്മെന്റ്, ഗ്രോസറി, ലൈഫ് ലോങ് ബെനിഫിറ്റ് ആണ് ഗ്രോസറിയിൽ നിന്ന്. കാരണം മനുഷ്യരാശി ഉള്ള കാലത്തോളം ഇവിടെ ഗ്രോസറി ബിസിനസ് നടന്നുകൊണ്ടേയിരിക്കും. സ്റ്റാർട്ട് വിത്ത് ജസ്റ്റ് 1,000 റുപ്പീസ്. നമുക്ക് ഇവിടെയുള്ള ഒരു അവസരം കേവലം 1000 രൂപ കൊണ്ട് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെങ്കിൽ ആ 1000 രൂപയും 1,050 നമ്മളിലേക്ക് തിരികെ വരും. നമ്മുടെ പ്രതിമാസ ചിലവിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്ന സിസ്റ്റമാണ് കമ്പനി അവിടെ പഠിപ്പിക്കുന്നത്.
ഗിഫ്റ്റ് എന്ന് പറയുന്നത് മൊബൈൽ റീചാർജിങ് ആണ്. വാലറ്റ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇൻകം അലവൻസ് തന്നുകൊണ്ടേയിരിക്കും. റീബർത്ത് എന്ന് പറയുന്നത് നമുക്ക് ലൈഫ് ലോങ് റീചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി, അല്ലെങ്കിൽ ലൈഫ് ലോങ് നമുക്ക് വിവിധ പ്രൊഡക്റ്റുകൾ വാങ്ങുവാനുള്ള ഫെസിലിറ്റി നമുക്ക് നൽകുന്നു. കൊമേഴ്സ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് ബെനിഫിറ്റ്സ് ആണ്. നമുക്ക് പണം കിട്ടും, പ്രതിമാസ വരുമാനം ഉണ്ടാകും. അതാണ് കൊമേഴ്സ്. പർച്ചേസ് നിയർ ആൻഡ് ഏൺ. നമുക്കറിയാം, ഇനിയൊരു കൊറോണ വന്നാലോ അല്ലെങ്കിൽ ഒരു പ്രളയം വന്നാലോ നമുക്ക് കൊമേഴ്സ് എന്ന സിസ്റ്റം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അവനവന് വേണ്ട പ്രൊഡക്റ്റുകൾ വാങ്ങിക്കൊണ്ടേയിരുന്നാൽ നമുക്ക് വരുമാനം കിട്ടും. വരുമാനം കിട്ടണമെങ്കിൽ നമ്മുടെ അണ്ടറിൽ കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കണം. അത് നമ്മൾ ഓരോരുത്തരും സ്വയം തീരുമാനിച്ചാൽ മാത്രമേ നമുക്കത് സാധ്യമാകുകയുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ബിസിനസ്സിൽ നിന്നും ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്ന് മാത്രമേ നമുക്കിവിടെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. നമ്മൾ ഓരോരുത്തരുമാണ് നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ വരുമാനം ഉണ്ടാക്കണം എന്ന് നാം ഓരോരുത്തരുമാണ് നിശ്ചയിക്കേണ്ടത്. അങ്ങനെ നമ്മൾ അധ്വാനിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മറ്റു കമ്മ്യൂണിറ്റിയെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ബെനിഫിറ്റുകൾ കിട്ടും. നമുക്ക് ധാരാളം ഉൽപ്പന്നങ്ങൾ, ധാരാളം പ്രൊഡക്റ്റുകൾ, ഭയങ്കര വാല്യൂ ഉള്ള പ്രൊഡക്റ്റുകൾ, അതായത് റിസൾട്ടിന്റെ കാര്യത്തിൽ വളരെ ശക്തമായ ഔട്ട്പുട്ടുള്ള നല്ല നല്ല അനേക പ്രോഡക്റ്റുകൾ ഈ കമ്പനിയിൽ നിന്നും ലഭ്യമാകും. അതിനൊപ്പം ടെക്സ്റ്റൈൽസ് ഐറ്റംസും മറ്റ് എല്ലാ മേഖലയിൽപ്പെട്ട പ്രൊഡക്റ്റുകളും കമ്പനി സപ്ലൈ ചെയ്യാനുള്ള സംവിധാനത്തിലേക്കാണ്. ഇപ്പോൾ നിലവിലുള്ള പ്രൊഡക്റ്റുകൾ വെൽനസ് പ്രൊഡക്റ്റുകളും അതേപോലെ ഡ്രസ് മെറ്റീരിയൽസ്, സ്പൈസസ്, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. കമ്പനിയിൽ എന്താണോ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഓരോ ടൈമിലും ഉൽപ്പന്നങ്ങൾ ബൈ ചെയ്യാം. അതിനുശേഷം കമ്പനിയുടെ NFC കാർഡിന്റെ പർച്ചേസിംഗ് പൂർത്തിയായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ ഓരോ ഷോപ്പിൽ നിന്നും നമുക്ക് ആ NFC കാർഡ് ഉപയോഗിച്ച് പ്രൊഡക്റ്റുകൾ ബൈ ചെയ്യാൻ സാധിക്കും. അതിന്റെ ഒരു സാധ്യത മനസ്സിലാകണമെങ്കിൽ നമ്മളൊരു ബിരിയാണി കഴിച്ചാലോ, നമ്മളൊരു റൈസ് കഴിച്ചാലോ, നമ്മളൊരു മസാല ദോശ കഴിച്ചാലോ നമുക്ക് വരുമാനം വന്ന് വീഴുന്നത് കാണുമ്പോഴേ അതിന്റെ സാധ്യത അല്ലെങ്കിൽ ആ ബിസിനസ് കൊണ്ടുള്ള വ്യക്തത നമുക്ക് മനസ്സിലാകുകയുള്ളൂ. കാരണം നമുക്ക് ഇന്നറിയാം, സൊമാറ്റോ, സ്വിഗ്ഗി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമുകൾ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുതരും. നമുക്കൊരു മസാല ദോശ വേണമെങ്കിൽ നമ്മുടെ അടുത്ത് കൊണ്ടുതരും. ഈ സാധനം നമ്മൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ എമൗണ്ട് കൊടുക്കുന്നുവെങ്കിൽ അത് ആ പ്ലാറ്റ്ഫോമും അവിടുത്തെ ഡെലിവറി ബോയ്സുമായിട്ട് പങ്കിട്ടെടുക്കുകയാണ്. അല്ലെങ്കിൽ ഡെലിവറി ബോയ്സിനുള്ള സാലറി കൊടുത്തു കഴിഞ്ഞ് ബാക്കി ആ പ്ലാറ്റ്ഫോമിന്റെ അസറ്റാണ്. ഇതേ മെത്തേഡാണ് നമ്മുടെ ഇതും. ആ മിഡിൽമാൻ കമ്മീഷൻ നമ്മുടെ കസ്റ്റമേഴ്സിനും കൂടെ കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. നമ്മുടെ കസ്റ്റമേഴ്സിനെ വരുമാനക്കാരാക്കി മാറ്റുന്നു എന്ന ഒരു പ്രത്യേകത മാത്രമാണ് ഇവിടെയുള്ളത്. അപ്പോൾ നാം അറിയേണ്ടത്, വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. അത് ഇന്ന് കൊമേഴ്സ് എന്താണെന്നും ഈ ബിസിനസ് സാധ്യത എന്താണെന്നും നമ്മുടെ ഓരോ സാധാരണ ജനങ്ങളെയും പഠിപ്പിച്ചിരിക്കുന്നു. അവിടെ നമ്മുടെ റോഡൊക്കെ നല്ല വെടുപ്പാക്കി തന്നിരിക്കുകയാണ്, അല്ലേ? നമ്മുടെ വഴി നല്ല വ്യക്തമാക്കി തന്നിരിക്കുകയാണ്. നമ്മൾ അതിലൂടെ ഇനി അനായാസം സഞ്ചരിച്ചാൽ മതി. കാരണം ഒരുപാട് കുണ്ടും കുഴികളും നിറഞ്ഞ വഴിയിലൂടെ ആ പ്രസ്ഥാനങ്ങള് കൊമേഴ്സ് എന്ന ബിസിനസ് സാമ്രാജ്യത്തെ ജനങ്ങളിലേക്ക് പഠിപ്പിച്ചപ്പോൾ നാം ഇനി എന്താണ് ചെയ്യേണ്ടത്? ആ ബിസിനസ് സാമ്രാജ്യത്തെ നമ്മുടെ കൂടെ കരങ്ങളിലൂടെ നമുക്ക് കൂടി വരുമാനം കിട്ടുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക, അല്ലെ അതിനായി ശ്രമിക്കുക എന്നത് മാത്രമാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അതിന് കേവലം തുച്ഛമായ തുകയിൽ നമുക്ക് ഈ ബിസിനസ് ആരംഭിക്കാം. റിസ്ക് എല്ലാം ബൈബൽ എന്ന കമ്പനിക്കും, പണമെല്ലാം ആർക്കുമാണ്? ബൈബൽ എന്ന കമ്പനിക്കും കമ്പനിയുടെ കസ്റ്റമേഴ്സിനുമാണ്. അപ്പോൾ ബിസിനസ് സാമ്രാജ്യം നമ്മുടേതാണെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നാം ഓരോരുത്തരും പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് എല്ലാവരോടും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. വളരെ ശക്തമായ ഒരു സാമ്പത്തിക സ്രോതസ്സിനുള്ള ഉറവിടമായി തീരട്ടെ എല്ലാവർക്കും ബൈബൽ എന്ന് ആശംസിച്ചുകൊണ്ട് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്കിങ് യു. ഗുഡ് നൈറ്റ്.